بسم الله الرحمن الرحيم قد أفلح من تزكى وذكر اسم ربه فصلى بل تؤثرون الحياة الدنيا والآخرة خير وأبقى إن هذا لفي الصحف الأولى صحف إبراهيم وموسى. السلام عليكم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لقد من الله على المؤمنين إذ بعث فيهم رسولا من أنفسهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العلي العظيم. صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഇൽമു പറയുന്ന ഒരു സദസ്സ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അല്ലാഹു നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു മജ്ലിസായി നമ്മുടെ എല്ലാ മജ്ലിസുകളും ഇവിടെ നടക്കുന്ന ഈ 10 ദിവസങ്ങളിലുള്ള മജ്ലിസും അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുന്നു. ഇന്ന് ആത്മസംസ്കരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട ബാവുസ്താദ് അവറുകൾ പറഞ്ഞത്. ആ വിഷയം സംസാരിക്കാനുള്ള യോഗ്യതയും അർഹതയും എനിക്കില്ല എന്ന് ആദ്യമായി തന്നെ നിങ്ങളെ ഉണർത്തി. അല്പം ചില വിഷയങ്ങൾ അറിയാവുന്നത് സംസാരിക്കുന്നു. അല്ലാഹു അത് നമുക്ക് ഫലവത്താക്കി പെരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശാരീരിക ലോകവും ആത്മീയ ലോകവുമായി നാം ചിന്തിക്കുമ്പോൾ ആത്മീയ ലോകമാണ് ശാരീരിക ലോകത്തെ നിയന്ത്രിക്കുന്നത്. ആത്മാവാണ് അവന്റെ ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ആത്മാവിന്റെ ശുദ്ധീകരണം, ആത്മീയമായ ശുദ്ധീകരണം അവന്റെ ശരീരവും അവയവങ്ങളും അവനുമായി ബന്ധപ്പെട്ടതെല്ലാം
ശുദ്ധീകരിക്കപ്പെടാൻ കാരണമാകുന്നതാണ്. അതിനാൽ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ അമ്പിയാക്കളും ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത് അവരുടെ ആത്മീയമായ ശുദ്ധീകരണത്തിലൂടെ അവരുടെ ശാരീരിക രംഗവും സാമ്പത്തിക രംഗവും സാമൂഹിക രംഗവും എല്ലാ രംഗവും ശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. മനുഷ്യൻ അവന്റെ ആത്മീയമായി പുരോഗമിക്കാനും അവന് ആത്മീയമായി ശുദ്ധീകരിക്കപ്പെടാനും കാരണമാകുന്നത് ഏകനായ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോഴാണ്. അല്ലാഹുവിനെ വിശ്വസിക്കുന്ന, അല്ലാഹുവിനെ അറിയുന്ന ഒരു വ്യക്തി അവൻ അല്ലാഹുവിനെ അതിരത്തി സ്നേഹിക്കുന്നവൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈമാനുള്ള ഏതൊരു മനുഷ്യനും ഏറ്റവും കൂടുതൽ അവന്റെ ഹൃദയത്തിൽ സ്നേഹിക്കുന്നത് ലോകം മുഴുക്കെ സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന രാജാവായ എല്ലാ അനുഗ്രഹങ്ങളും ചെയ്തു തരുന്ന അല്ലാഹുവിനെ ആയിരിക്കും. അല്ലാഹുവിനെ സ്നേഹിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഒരു യഥാർത്ഥ വിശ്വാസിയായി തീരുന്നത്. വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈമാനുള്ളവൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെയാണ്. സ്നേഹിക്കപ്പെടേണ്ടവനും അല്ലാഹുവാണ്. അല്ലാഹു ജല്ല ജലാലുഹു അവൻ ഏറ്റവും വലിയ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. എല്ലാ ഗുണങ്ങളും തന്നിട്ടുള്ളവനും തരുന്നവനും തരേണ്ടവനും അവനാണ്. എല്ലാ നാശങ്ങളിൽ നിന്നും നമ്മെ രക്ഷിക്കുന്നവൻ അല്ലാഹുവാണ്. ഓരോ സെക്കൻഡിലും അവന്റെ ആയിരക്കണക്കായ അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് മനുഷ്യരായ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കൂ, നാം ഓരോ സെക്കൻഡിലും ശ്വാസോച്ഛ്വാസം കഴിക്കും. അതിനാവശ്യമായ സംവിധാനം അല്ലാഹു നമുക്ക് ഏർപ്പെടുത്തി തന്നിരിക്കുന്നു. ഓക്സിജൻ നമുക്ക് നൽകുന്നു. ശ്വസിക്കാനുള്ള ശ്വാസകോശവും ശ്വാസനാളവും എല്ലാം അവൻ സംവിധാനിച്ചിരിക്കുന്നു. ശ്വസിച്ചു പോകുന്ന വായു മൂക്കിലൂടെ കയറിപ്പോകുമ്പോൾ എന്തെങ്കിലും അനാവശ്യമായ മാലിന്യങ്ങളുണ്ടെങ്കിൽ അത് ഒട്ടിപ്പിടിക്കാനും അത് ഫിൽട്ടർ ചെയ്യാനുമുള്ള സംവിധാനം അല്ലാഹു മൂക്കിന്റെ ഉള്ളിൽ സംവിധാനിച്ചു വെച്ചിരിക്കുന്നു. അങ്ങനെ ഓരോ സെക്കൻഡിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ശ്വാസോച്ഛ്വാസം കഴിക്കാനുള്ള സംവിധാനം തന്നിരിക്കുന്നു. ഒരു മിനിറ്റ് ശ്വാസം മുട്ടുമ്പോഴാണ് ശ്വാസത്തിന്റെ വില എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ സെക്കൻഡിലും നമ്മുടെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. രക്തം ശുദ്ധീകരിക്കപ്പെടുന്നു, രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, രക്തം സപ്ലൈ ചെയ്യുന്നു. അതെല്ലാം ഓരോ സെക്കൻഡിലും നടന്നുകൊണ്ടേയിരിക്കുന്നു. കാലം വളരെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഇന്നുവരെയും ഒരു മെഡിക്കൽ കോളേജിലും രക്തം സ്വന്തമായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു യന്ത്രവും കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്തതായി നാം അറിയില്ല. രക്തം വേണമെങ്കിൽ രക്തം ഉണ്ടാകുന്ന മനുഷ്യനെ അവന്റെ ശരീരത്തിൽ നിന്ന് രക്തം എടുത്ത് ഉപയോഗിക്കുകയല്ലാതെ രക്തം ഒരു ഫാക്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല. പോകട്ടെ, ഒരാൾക്കൊരൽപ്പം രക്തം കൊടുക്കേണ്ടി വന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ രക്തത്തിന്റെ ഗ്രൂപ്പ് ഏതാണോ അതേ ഗ്രൂപ്പ് രക്തം ഉള്ള മറ്റൊരാളെ തെരഞ്ഞുപിടിക്കുകയല്ലാതെ ഒരാളുടെ രക്തത്തിന്റെ ഗ്രൂപ്പ് ഒന്ന് മാറ്റാൻ പോലും ഇന്നും ആശുപത്രികളിൽ സംവിധാനം ഏർപ്പെടുത്തിയതായി നാം അറിയില്ല. ഓരോ സെക്കൻഡിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനങ്ങളിലൂടെ രക്തം സപ്ലൈ ചെയ്യുകയും ശുദ്ധീകരിക്കുകയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. ഈ അടുത്ത് ഒരു കുട്ടിയെ സംബന്ധിച്ച് എന്നോട് പറഞ്ഞു, ആ കുട്ടിക്ക് രക്തം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. ഡോക്ടർമാര് പറയുന്നത് അതിന്റെ സംവിധാനം ആ കുട്ടിയുടെ ശരീരത്തിൽ ഇല്ലെന്നാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം ജീവിച്ചിരിക്കുകയില്ല എന്നും ഡോക്ടർമാര് പറഞ്ഞതായി എന്നോട് പറഞ്ഞു. അല്ലാഹു ആ കുട്ടിക്ക് ആരോഗ്യം നൽകട്ടെ. അല്ലാഹുവിന് എന്തിനും കഴിവുള്ളവനാണല്ലോ അല്ലാഹു തആല. സഹോദരന്മാരെ,
എന്തെല്ലാം കാര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തരുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ആ പെൺകുട്ടിയുടെ മജ്ജ മാറ്റിവെക്കണം എന്ന് ഡോക്ടർമാർ പറയുന്നു. വലിയ സംഖ്യ വേണം എന്ന് പറഞ്ഞു. നമുക്കൊക്കെ മജ്ജയുണ്ട്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. അതിലെത്രയാണ് വില കൽപ്പിക്കേണ്ടത് എന്ന് നമുക്കറിയില്ല. ഒരു മനുഷ്യന്റെ ഹാർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു മിനിറ്റ് സമയം അത് വർക്ക് ചെയ്യാതിരുന്നാലുള്ള പ്രയാസം എത്രയാണ്, അതിന്റെ വേദനയും വിഷമവും എത്രയാണ്. അല്ലാഹു നമുക്ക് ചെയ്ത നിഅമത്തുകളെ സംബന്ധിച്ച് നാം നന്നായി ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ ഈ അടുത്ത് കാസർഗോഡ് ഭാഗത്ത് നിന്നൊരു ദിവസം ഇങ്ങോട്ട് വരുമ്പോൾ തലശ്ശേരി കണ്ണൂരിനിടയിൽ ഒരു റെയിൽ പാലം മുറിച്ചു കടന്നു. റെയിൽ പാലം മുറിച്ചു കടന്നപ്പോൾ ഏകദേശം രാത്രി 1:30-2 മണി സമയത്ത് ഒരാൾ ഹൈവേ റോഡിന്റെ പാർശ്വഭാഗത്ത് നിൽക്കുന്നത് ഒട്ടാകെ പുറത്തു മൂടിയിട്ടുള്ള ഒരാൾ രാത്രി ഏകദേശം 2 മണിക്ക് ഒറ്റക്ക് നിൽക്കും. ഞാൻ എൻ്റെ ഡ്രൈവറോട് ചോദിച്ചു, ഒരു സ്ത്രീയല്ലേ ആ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അദ്ദേഹവും പറഞ്ഞു, അതൊരു സ്ത്രീയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഞാനത് പറഞ്ഞതിന്റെ താല്പര്യം? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് തന്നിട്ടുള്ള ആരോഗ്യം, മാനസികമായി അല്ലാഹു നമുക്ക് തന്ന സമാധാനം, അതിന്റെ പേരിൽ കിടക്കേണ്ട സമയത്ത് കിടക്കാൻ നമുക്ക് തോന്നുന്നു, ഇരിക്കേണ്ടിടത്ത് ഇരിക്കാൻ നമുക്ക് തോന്നുന്നു, കഴിക്കേണ്ടത് കഴിക്കണം എന്ന് തോന്നുന്നു, കുടിക്കേണ്ടത് കുടിക്കണമെന്ന് തോന്നുന്നു, ഉറങ്ങേണ്ട സമയത്ത് നമുക്ക് ഉറക്കം വരുന്നു. അല്ലാഹു മനസ്സിന്റെ സമാധാനം എടുത്തു കളഞ്ഞാൽ, മാനസികമായൊരു രോഗം നമുക്ക് സംഭവിച്ചാൽ അല്ലാഹു കാക്കട്ടെ, ബാപ്പയായി കാണാൻ നമുക്ക് സാധ്യമല്ല, ഉമ്മയായി കാണാൻ സാധ്യമല്ല, ഭാര്യയെയും സന്താനങ്ങളെയും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആദരിക്കപ്പെടേണ്ടവരും അനാദരിക്കപ്പെടേണ്ടവരും തുല്യമായി നമുക്ക് തോന്നിയേക്കും. ഇന്നത് തിന്നാമെന്നോ ഇന്നത് കുടിക്കാമെന്നോ ഇല്ല. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അവന്റെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എത്രയാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മനസ്സിന് സമാധാനം തന്നു, നമുക്ക് ഉറങ്ങാനുള്ള സൗകര്യം ചെയ്യുകയും ഉറക്കം തന്നു, ഉണർവ് തന്നു. അല്ലാഹു ജല്ല ജലാലുഹു നമുക്ക് ചെയ്ത നിഅമത്തുകൾ, വ ഇൻ തഉദ്ദൂ നിഅമത്തല്ലാഹ് ലാ തുഹ്സൂഹാ ഇന്നല്ലാഹ ലഗഫൂറുർ റഹീം. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എണ്ണി തീർക്കാൻ സാധ്യമല്ല, ഒരാളെ കൊണ്ടും കഴിയില്ല. എങ്ങനെയാണ് പറഞ്ഞു തീർക്കുക, എങ്ങനെയാണ് എണ്ണി തീർക്കുക? നമ്മുടെ ഈ ഒരു കൈ മാത്രം ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിന്റെ കൈയിനെ സംബന്ധിച്ച് നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എത്ര അത്ഭുതകരമാണ്. അടക്കി ഇങ്ങനെ വെച്ചാൽ ഒതുങ്ങി അവിടെ നിൽക്കും. മേൽപോട്ടേക്ക് പൊക്കിയാൽ തലയേക്കാൾ എത്രയോ മേൽപോട്ട് പോകും. എത്ര മേലെയുള്ള സാധനങ്ങളും പറിച്ചെടുക്കാനും അതുപോലെ മേൽപോട്ടൊരു വസ്തുവിനെ ഉയർത്താനും ഒക്കെ നിന്റെ കൈ എത്രയും മേൽപോട്ടേക്ക് ഉയർത്താൻ നിനക്ക് കഴിയും. അതേ നീ തന്നെ കുനിഞ്ഞൊന്ന് നിന്നാൽ അതേ കൈ കൊണ്ട് തന്നെ മണ്ണിന്റെ ഉള്ളിലുള്ള കിഴങ്ങ് കിളച്ചെടുക്കാൻ നിനക്ക് സാധിക്കും. അതേ നീ തന്നെ അടുപ്പിൽ തീ കത്തിച്ചാൽ ആ അടുപ്പിന്റെ മേലെ നിനക്ക് പാത്രം എടുത്തു വെക്കുമ്പോൾ നിന്റെ ഷർട്ടിൽ തീ പിടിക്കാതെ ദൂരെ നിന്നുകൊണ്ട് ആ പാത്രം എടുത്ത് അടുപ്പിന്റെ മേലെ വെക്കാൻ, ചൂട് പിടിക്കാതെ വെക്കാൻ നിനക്ക് സാധിക്കും. അതേ കൈകൊണ്ട് തന്നെ നീ നിന്റെ പുറത്ത് ചൊറിയണമെന്ന് മനസ്സിലാക്കിയാലും പുറത്ത് സോപ്പ് തേക്കണമെന്ന് മനസ്സിലാക്കിയാലും അതിനും അതേ കൈ തന്നെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ആ കൈ നീ എടുത്ത് വെള്ളത്തിൽ ഇറങ്ങി നീന്താൻ ഒരുങ്ങിയാൽ ആ കൈ കൊണ്ട് നിനക്ക് വെള്ളത്തിലൂടെ നീന്തി അക്കരെ കടക്കാൻ ആ കൈ നിന്നെ സഹായിക്കും. ആ കൈ നീ ചുരുട്ടി ഇങ്ങനെ പിടിച്ചാൽ അതൊരു മുട്ടിയാണ്. അതേ കൈ തന്നെ നീ മലർത്തി ഇങ്ങനെ പിടിച്ചാൽ അതൊരു സ്പൂണാണ്. അതേ കൈ തന്നെ നീ വിരലുകൾ കോട്ടിപ്പിടിച്ചാൽ അതൊരു മാന്തിയാണ്. അതേ കൈ തന്നെ 2 വിരലുകൾ നീ കൂട്ടിപ്പിടിച്ചാൽ അതൊരു ഇറുക്കയാണ്. അതുകൊണ്ടാണല്ലോ ഈ വിരലുകൾ ഈ രൂപത്തിൽ പടക്കപ്പെട്ടതുകൊണ്ട് നിനക്ക് എത്ര മുള്ളുള്ള മത്സ്യവും മുള്ളു നീക്കം ചെയ്ത് മത്സ്യം തിന്നാൻ നിനക്ക് സാധിക്കും. നേരെ മറിച്ചൊരു കോരി പോലെയാണ്. ഇതൊരു പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ അലൂമിനിയത്തിന്റെയോ കോരി പോലെ ഈ വിരലുകൾ തമ്മിൽ അടുപ്പിച്ചുകൊണ്ടാണ് അല്ലാഹു സൃഷ്ടിച്ചതെങ്കിൽ മത്സ്യത്തിന്റെ മുള്ളു നീക്കാൻ നിനക്ക് കഴിയില്ലായിരുന്നു.
എന്നാൽ നിനക്കൊരു വസ്തു കോരിയെടുക്കണമെങ്കിലോ നീ വിരലുകൾ കൂട്ടിപ്പിടിച്ചാൽ അതൊരു കോരിയായി നിനക്ക് ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ അത് തന്നെ നീ കൂട്ടിപ്പിടിച്ചാലോ നിനക്ക് ഒരു വൈപ്പറായി തുടക്കാനും അത് തന്നെ മതിയാകും. അതേ കയ്യിന്റെ വിരലിൽ അതിലെത്ര സംവിധാനങ്ങളാണ് അവൻ വെച്ചത്. സുബ്ഹാനല്ലാഹ്. ഇന്നും ഞാൻ ഒരു ഡോക്യുമെന്ററി, ഒരു ആധാരത്തിൽ കൈവിരലിന്റെ ഒപ്പ് വെച്ചു കൊടുത്തു. എന്താണ്? ഒരു മനുഷ്യന്റെ കൈവിരൽ പോലെ വേറെ ഒരാൾക്ക് എത്ര കോടി ജനങ്ങളുണ്ട് ഈ ലോകത്ത്, എത്ര കോടി ജനങ്ങൾ ഇവിടെ കഴിഞ്ഞുപോയി, ഇനി എത്ര കോടി ജനങ്ങൾ ഇവിടെ വരാനുണ്ട്. പക്ഷേ ഒരു മനുഷ്യന്റെ കൈവിരൽ പോലെയും വേറെ ഒരു മനുഷ്യന് കൈവിരൽ അടയാളം ഇല്ല. എന്തൊരത്ഭുതകരമായ സൃഷ്ടിപ്പാണ്. നീ ചിന്തിച്ചിട്ടുണ്ടോ? നിന്റെ തൊള്ളയിലേക്ക് നീ പാകം ചെയ്തെടുക്കുന്ന ഭക്ഷണം, അത് പാകം ചെയ്യാൻ പച്ചക്കറി മുറിച്ചിടാൻ നിന്റെ കൈ നീ ഉപയോഗിച്ചു, മത്സ്യം മുറിച്ചെടുക്കാൻ നിന്റെ കൈ ഉപയോഗിച്ചു, അതിൽ വേണ്ട മസാലകൾ ചേർക്കാൻ നീ കൈ ഉപയോഗിച്ചു. അങ്ങനെ എല്ലാ വിഷയത്തിലും നിന്റെ കൈ നീ ഉപയോഗപ്പെടുത്തി. അങ്ങനെ അവസാനം ഭക്ഷണം പാകം ചെയ്ത് അത് കഴിക്കാനും നിന്റെ കൈ നീ ഉപയോഗിച്ചു. ഈ ഒരൊറ്റ കൈ കൊണ്ട് നിനക്ക് അല്ലാഹു തആല തന്ന ഉപയോഗങ്ങൾ, വിവിധങ്ങളായ ഉപയോഗങ്ങൾ എന്തിനധികം പറയണം. നിന്റെ നാവ് കൊണ്ട് നീ സംസാരിക്കുമ്പോഴും മറ്റുള്ളവർക്കത് ബോധ്യപ്പെടാനും മനസ്സിലാകാനും നിന്റെ കൈകൊണ്ട് നീ ആംഗ്യം കാണിച്ചുകൊണ്ടിരിക്കുന്നു, നീ കൈകൊണ്ട് ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് മറ്റുള്ളവർക്ക് ഗ്രഹിക്കാനും സാധിക്കുന്നു. അങ്ങനെ എത്രയെത്ര രംഗങ്ങളാണ്. നീ ഒരു സ്ഥലത്ത് വെച്ച് തടഞ്ഞു വീഴാൻ പോകുന്നു, നിന്റെ കൈ അവിടെ കുത്തിപ്പോകുന്നു. ചിലപ്പോൾ നീ ഒരു അഹങ്കാരിയാണെങ്കിൽ പറഞ്ഞേക്കും, ഞാൻ വീഴുന്ന സമയത്ത് കൈയങ്ങ് കുത്തിക്കളഞ്ഞതാണ് എന്ന്. ചിലപ്പോൾ നീ അഹങ്കാരിയാണെങ്കിൽ പറഞ്ഞേക്കും, സംഗതി കൈ കുത്തിപ്പോയതാണ്, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടതാണ്. അല്ലാഹു നിനക്ക് ആ രൂപത്തിൽ കൈയിന്റെ സംവിധാനം നിന്റെ ശരീരത്തിന്റെ സംരക്ഷണത്തിനും തന്നിരിക്കുന്നു. ഒരാൾ നിന്നെ വന്നിരിക്കുമ്പോൾ നീ കൈകൊണ്ട് തടുക്കുന്നു. നിനക്ക് വേണ്ടി വന്നാൽ ഒരാളെ അങ്ങോട്ട് ഇടിക്കേണ്ടി വന്നാൽ അതിനും നീ കൈ ഉപയോഗിക്കുന്നു. ആ കൈയിന്റെ ഉപയോഗം നീ ഒന്ന് ചിന്തിച്ചു നോക്കൂ. പറഞ്ഞാലുണ്ടോ തീരുന്നു കൈയിന്റെ ഉപയോഗം. ഇങ്ങനെ എത്രയോ എത്രയോ കാര്യത്തിന് ഉപയോഗിക്കുന്ന കൈ കൊണ്ട് നീ പാകം ചെയ്ത ഭക്ഷണം കഴിക്കാനും നീ അതേ കൈ തന്നെ ഉപയോഗിക്കുന്നു. ആ കൈ കൊണ്ട് നിന്റെ ഭക്ഷണം നീ തൊള്ളയിലിട്ടാൽ, തൊള്ളയിൽ ആ ഭക്ഷണം ഇടുമ്പോൾ അതിന് 3 നിലക്കുള്ള പല്ലുകൾ റബ്ബ് തന്നിരിക്കുന്നു. മുന്നിലുള്ള പല്ല് അത് മുറിക്കാനുള്ള പല്ലാണ്. അതുകൊണ്ട് തന്നെ എത്ര ചെറിയ കുട്ടിക്കും നിങ്ങളൊരു പഴുത്ത പഴം കൊടുത്താൽ ആ കുട്ടി കട്ടിയില്ലാത്ത സാധനങ്ങൾ മുന്നിൽ വെച്ച് മുറിച്ചെടുക്കുന്നത് കാണാം. അതേ സമയത്ത് കട്ടിയുള്ള സാധനങ്ങൾ പൊട്ടിച്ചെടുക്കാൻ നിനക്ക് സൈഡിലുള്ള പല്ലുകൾ അല്ലാഹു തന്നിരിക്കുന്നു. എന്നാൽ അരച്ച് ശരിയാക്കേണ്ട സാധനങ്ങൾ നിന്റെ തൊള്ളയിൽ വെച്ച് അരച്ച് റെഡിയാക്കാൻ വേണ്ടി തൊള്ളയുടെ ഉള്ളിലായി അല്ലാഹു വലിയ പല്ലുകൾ വെച്ചിരിക്കുന്നു. എന്നാൽ ഈ പല്ല് റബ്ബ് ഫിറ്റ് ചെയ്തത് നീ കണ്ടിട്ടുണ്ടോ? താഴെ താടിയെല്ല് വലത്തോട്ടും ഇടത്തോട്ടും മുന്നോട്ടും പിന്നോട്ടുമൊക്കെ വലിച്ചാൽ നീങ്ങുന്നു. അതേ സമയത്ത് നിന്റെ തൊള്ളയിൽ മറ്റു കുറെ പല്ലുകൾ ഫിറ്റ് ചെയ്ത, മേലെ പല്ലുകൾ ഫിറ്റ് ചെയ്ത അതേ എല്ല്, ആ എല്ല് വലത്തോ ഇടത്തോ മുന്നോട്ടോ പിന്നോട്ടോ വലിക്കാൻ നിനക്ക് കഴിയില്ല. കാരണം എന്താണ്? നന്നായി അരച്ചിട്ടില്ലെങ്കിൽ നിന്റെ ഭക്ഷണം വയറ്റിലേക്ക് പോകാൻ പ്രയാസമാണ്. ആ അരവ് തൊള്ളയിൽ വെച്ച് നടന്നില്ലെങ്കിൽ നിനക്ക് ആ ഭക്ഷണം ദഹിച്ചു കിട്ടാനും പ്രയാസമാണ്. അരവ് നടക്കാൻ അല്ലാഹു ചെയ്ത സംവിധാനം ഉമ്മമാർക്കറിയാമല്ലോ. നമ്മൾ അമ്മിക്കുട്ടി വെച്ചിട്ട് അമ്മിയിൽ വെച്ചൊരു സാധനം അരച്ചുകൊണ്ടിരിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കുന്നത് കാണാം. അരഞ്ഞു കിട്ടാനാണ്. തൊള്ളയിൽ നിന്റെ ഭക്ഷണം അരഞ്ഞു കിട്ടാൻ ആവശ്യമായ വെള്ളം അപ്പപ്പോൾ പമ്പ് ചെയ്യാനുള്ള സംവിധാനം, ഉമിനീരിന്റെ സംവിധാനം അല്ലാഹു വെച്ചിരിക്കുന്നു. ആ അരവ് നടക്കുമ്പോ താഴെ താടിയൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനാൽ പല്ല് നീങ്ങുന്നു, മേലെ താടിയൽ നീങ്ങുന്നില്ല. കാരണം അമ്മിയും കുട്ടിയും ഒരേ സമയത്ത് ചലിച്ചാൽ അരവ് നടക്കില്ല.
അമ്മി നിൽക്കുമ്പോൾ കുട്ടി കറങ്ങണം, അല്ലെങ്കിൽ കുട്ടി നിൽക്കുമ്പോൾ അമ്മി കറങ്ങണം, അപ്പോഴേ അറിവ് നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ താഴെ താടിയെല്ല് നീങ്ങുന്നു, മേലെ താടിയെല്ല് നീങ്ങുന്നില്ല. ഈ രൂപത്തിൽ നിന്റെ ശരീരത്തിൽ അല്ലാഹു വെച്ച സംവിധാനം അതൊന്നും രണ്ടും മൂന്നുമല്ലല്ലോ. കണ്ണിന്റെ സംവിധാനം എത്ര അത്ഭുതകരമാണ്, കാതിന്റെ സംവിധാനം എത്ര അത്ഭുതകരമാണ്, കാലിന്റെ സംവിധാനം എത്ര അത്ഭുതകരമാണ്. സുബ്ഹാനല്ലാഹ്. وانظر إلى نفسك ثم انتقلي للعالم العلوي ثم السفلي تجد به صنعا بديع الحكم لكن به قام دليل العدم. എങ്ങോട്ട് ചിന്തിക്കുമ്പോഴും ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടിപ്പിന്റെ മഹിമയല്ലേ നമ്മുടെ മനസ്സിൽ വരുന്നത്. അവൻ തന്ന ആയിരക്കണക്കിന് അനുഗ്രഹങ്ങളല്ലേ നാം കാണുന്നത്. ഓരോ സെക്കൻഡിലും ആയിരക്കണക്കിന് അനുഗ്രഹം തരുന്ന റബ്ബ്, ഓരോ സെക്കൻഡിലും അത് തന്നുകൊണ്ട് നമുക്ക് ആവശ്യമായതൊക്കെ ചെയ്തു തരുന്ന റബ്ബ്, ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അവനാണ് മുഅ്മിനായ മനുഷ്യൻ. വല്ലദീന ആമനൂ അസദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഒരു സമയം മൂത്രം ബണ്ടായി പോയാൽ അപ്പോഴറിയാം മൂത്രമൊഴിക്കുക എന്ന വിഷയത്തിന്റെ ഗൗരവം, അതിന്റെ ഗുണത്തിന്റെ മഹിമ എപ്പോഴറിയാം. ഒരിക്കൽ മലം ബണ്ടായാൽ അറിയാം മലമൂത്ര വിസർജനത്തിന്റെ മഹത്വം. സുബ്ഹാനല്ലാഹ്. ഒരു ഭക്ഷണം ദഹിക്കാതെ വയറ്റിൽ കുടുങ്ങിയാൽ അറിയാം ദഹനത്തിന്റെ ബഹുമാനം. അങ്ങനെ നിങ്ങൾ ഓരോന്നും ചിന്തിക്കൂ. അല്ലാഹു ചെയ്ത നിഅമത്തുകൾ എണ്ണിയാലുണ്ടോ തീരുന്നു, പറഞ്ഞാലുണ്ടോ അവസാനിക്കുന്നു. ഇനി അത് പറയാനൊരു അടിമ ഒരുങ്ങിയാൽ അത് പറയാനുള്ള കഴിവ് കൊടുക്കുന്നവനും ആ രാജാവ് തന്നെ, അത് പറയാൻ മനസ്സിൽ തോന്നിപ്പിക്കുന്നവനും അല്ലാഹു തന്നെ, അത് ചിന്തിക്കാൻ ഭാഗ്യം കൊടുക്കുന്നവനും അല്ലാഹു തന്നെ, അത് സംസാരിക്കാനുള്ള ശേഷി നൽകുന്നതും റബ്ബ് തന്നെ. അങ്ങനെ ഏത് കാര്യം നോക്കുമ്പോഴും അല്ലാഹുവിൽ നിന്നല്ലാതെ ഒന്നുമില്ല, അല്ലാതെ ഇല്ല. അലാ കുല്ലു ശൈഇൻ മാ ഖലല്ലാഹ ബാത്തിലു വകുല്ലു നഈമിൻ ലാ മഹാലത സായിലു. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ തന്നതല്ലാതെ ഒന്നുമില്ല, അവൻ സൃഷ്ടിച്ചതല്ലാതെ ഒന്നുമില്ല, അവനല്ലാതെ അധികാരമില്ല, അവനല്ലാതെ സൃഷ്ടിച്ചില്ല, അവനല്ലാതെ അറിവില്ല, അവനല്ലാതെ കഴിവില്ല, അവനല്ലാതെ ഒന്നുമില്ല. ആർക്കെന്തുണ്ടെങ്കിലും അവൻ കൊടുക്കുന്നതേ ഉള്ളൂ, ആർക്കെന്ത് വിവരമുണ്ടെങ്കിലും അവൻ നൽകുന്നതേ ഉള്ളൂ, ആർക്കെന്ത് കഴിവുണ്ടെങ്കിലും അവൻ കൊടുക്കുന്ന കഴിവേ ഉള്ളൂ, ആർക്കെന്ത് അധികാരമുണ്ടെങ്കിലും അവൻ നൽകുന്നതേ ഉള്ളൂ. അവനല്ലാതെ വാസ്തവത്തിൽ ഉള്ളതിൽ തന്നെ പറയാനില്ല. ലദുൽ ബസായിരി നാവിറൻ ഹൈവല്ലസർ ബല്ലിൽ ബുഅസിരി ബിദ്ദുഹൂലി ഹലില്ലസരി. മർഖാനി റഹിമഹുല്ലാഹ് പറഞ്ഞില്ലേ, നല്ല ബുദ്ധിയുള്ളവൻ, നന്നായി ഉൾക്കാഴ്ചയുള്ളവൻ അവന്റെ ചിന്തയിൽ അല്ലാഹുവിനെ മാത്രമേ കാണുന്നുള്ളൂ. മറ്റുള്ളതെല്ലാം അവനുള്ളത് കൊണ്ടുണ്ടായതല്ലേ, അവൻ ഉണ്ടാക്കിയത് കൊണ്ടുണ്ടായതല്ലേ, അവൻ മാത്രമല്ലേ യഥാർത്ഥത്തിലുള്ളവൻ. ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ എന്തൊരു കാരുണ്യമുള്ള രാജാവാണ്. സുബ്ഹാനല്ലാഹ്. ഈ പാവപ്പെട്ട ഞാൻ, എന്നോടൊരാളൊരു എന്റെ പെണ്ണ് വാങ്ങിയിട്ട് ഞാൻ ഇഷ്ടപ്പെടാത്തത് എഴുതാൻ തുടങ്ങിയാൽ ഞാൻ എന്റെ പെണ്ണ് തിരിച്ചു ചോദിക്കും. നിങ്ങളൊരുക്കിയ സ്റ്റേജിൽ കയറിയിട്ട് നിങ്ങൾക്കെതിരായി ഞാൻ പ്രസംഗിച്ചാൽ എന്നോട് ഇറങ്ങാൻ പറയും. സ്വാഭാവികം മാത്രമാണ്. എന്നാൽ ആ റബ്ബോ, റബ്ബിന്റെ കാരുണ്യമോ, ആ റബ്ബിനെ സ്നേഹിക്കേണ്ടതില്ലേ, ആ റബ്ബിനേക്ക് മനസ്സ് തിരിക്കേണ്ടതില്ലേ? ഓരോ സ്ത്രീകളും പുരുഷന്മാരും ഒരൽപ്പമൊന്ന് ചിന്തിക്കൂ. വറബ്ബുക്കൽ ഗഫൂറു ദുർ റഹ്മ.
ലൗ യുആഖിദുഹും ബിമാ കസബൂ ലഅജ്ജല ലഹുമുൽ അദാബ്. അല്ലാഹു കൊടുത്ത കണ്ണുകൊണ്ടതാ മനുഷ്യൻ ഹറാമ് നോക്കുന്നു. അല്ലാഹു വിരോധിച്ചതിലേക്ക് കണ്ണ് തിരിക്കുന്നു. അല്ലാഹു കൊടുത്ത കാതുകൊണ്ടതാ ഹറാമ് കേൾക്കുന്നു. അല്ലാഹു കൊടുത്ത നാവ് കൊണ്ടതാ ഹറാമ് സംസാരിക്കുന്നു. അല്ലാഹു കൊടുത്ത വയറ്റിലതാ ഹറാമ് പിടിക്കുന്നു. അല്ലാഹു കൊടുത്ത കൈകൊണ്ടതാ ഹറാമ് പിടിക്കുന്നു. അല്ലാഹു കൊടുത്ത കാലുകൊണ്ടതാ ഹറാമിലേക്ക് നടക്കുന്നു. അല്ലാഹു കൊടുത്ത മനസ്സിലതാ ഹറാമ് പ്ലാൻ ചെയ്യുന്നു. അല്ലാഹു കൊടുത്ത സമ്പത്തതാ ഹറാമിൽ ചെലവഴിക്കുന്നു. അല്ലാഹു തആല കൊടുത്ത ആരോഗ്യമതാ ഹറാമിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നു. അങ്ങനെ അല്ലാഹു ജല്ല ജലാലുഹു കൊടുത്ത നിഅമത്തുകൾ സാധുക്കളായ നമ്മൾ അറിവില്ലാത്തതിന്റെ പേരിൽ, ചിന്തയില്ലാത്തതിന്റെ പേരിൽ, ദുർബല നിമിഷങ്ങളിൽ, പിശാച് നമ്മെ വഞ്ചിച്ചിരുന്ന സമയങ്ങളിൽ, നാം വേണ്ടതുപോലെ ആലോചിക്കാത്ത രംഗങ്ങളിൽ പലപ്പോഴും ഓ ചെറുപ്പക്കാരാ, അല്ല തന്ന കണ്ണ് അല്ല ഇഷ്ടപ്പെടാത്തതിന് ഉപയോഗിച്ചില്ലേ? അല്ലാഹു തന്ന കാത് അല്ല ഇഷ്ടപ്പെടാത്തത് കേൾക്കാൻ ഉപയോഗപ്പെടുത്തിയില്ലേ? അല്ലാഹു തന്ന നാവ് കള്ളം പറയാൻ, ചീത്ത പറയാൻ, തെറി പറയാൻ, ഗീബത്ത് പറയാൻ, നമീമത്ത് പറയാൻ, ഫസാദ് പറയാൻ ഉപയോഗപ്പെടുത്തിയില്ലേ? ഇത് മുഴുവനും ഇതിന്റെ ഉടമസ്ഥൻ കാണുന്നില്ലേ? കണ്ണിന്റെ ഉടമസ്ഥൻ ഞാനല്ലല്ലോ, കാതിന്റെ ഉടമസ്ഥൻ നമ്മളല്ലല്ലോ. എന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കണ്ണെങ്കിൽ കണ്ണടയില്ലാതെ തന്നെ ഞാൻ നിങ്ങളിലേക്ക് നോക്കുകയില്ലേ? പക്ഷെ എന്റെ ഉടമസ്ഥതയിലല്ല എന്റെ കണ്ണ്, അതുകൊണ്ട് എനിക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ കഴിയുന്നില്ല. എന്റെ ഉടമസ്ഥതയിലല്ല എന്റെ കാത്, അതുകൊണ്ട് തന്നെ അതിന്റെ കേൾവി നിയന്ത്രിക്കാൻ എനിക്ക് കഴിയുന്നില്ല. എന്റെ ഉടമസ്ഥതയിലല്ല എന്റെ രോമം, എന്റെ താടിയിൽ ഞാൻ നേരത്തെ കോടമ്പഴവന്ന് പ്രസംഗിക്കുമ്പോ കറുത്ത രോമം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വെറുത്ത എത്ര രോമങ്ങളാണ്, മീശയിൽ എത്ര വെളുത്ത രോമങ്ങളാണ്. എന്റെ രോമം നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല, അതിന്റെ കളർ നിയന്ത്രിക്കാൻ എനിക്ക് അധികാരമില്ല. കാരണം എന്റേതാ എന്റെ കയ്യിലൊന്നുമില്ല, എന്റേതാ എന്റെ ശരീരത്തിലൊന്നുമില്ല, എന്റേതായി ഞാനുമില്ല. എല്ലാം അല്ലാഹുവിന്റെ അധികാരത്തിലും അവന്റെ ഉടമസ്ഥതയിലുമാണ്. അങ്ങനെ എല്ലാത്തിന്റെയും ഉടമസ്ഥനാണ് റബ്ബ്. അവൻ തന്നതോരോന്നും എങ്ങനെ ഉപയോഗപ്പെടുത്തണം, എവിടെ ഉപയോഗപ്പെടുത്തണം, എത്ര ഉപയോഗപ്പെടുത്തണം, എല്ലാത്തിനും നിയമം തന്നിട്ടുണ്ട്. ആ നിയമം അവനവിടെ എഴുതി വെച്ച് നമ്മെ അറിയിക്കാതിരുന്നിട്ടില്ല. അതറിയിക്കാൻ തന്നെ അവനതാ മനുഷ്യരുടെയും സാധാരണ മനുഷ്യരുടെയും മലക്കുകളുടെയും ഇടയിൽ അസാധാരണ മനുഷ്യരായി പ്രവാചകന്മാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അസാധാരണ കേൾവിയും അസാധാരണ കാഴ്ചയും അസാധാരണ പ്രകൃതിയും നൽകി മലക്കുകളിൽ കേൾക്കാൻ, മലക്കിനെ കാണാൻ, മലക്കിൽ നിന്ന് വിവരം സ്വീകരിക്കാനുള്ള പ്രത്യേക പ്രകൃതി നൽകി പ്രത്യേകം ആദരിച്ച് അതാ അവൻ പ്രത്യേക മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാര് മുഖേന എല്ലാവർക്കും അവന്റെ നിയമം അവൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ആ നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ എനിക്ക് കണ്ണ് തന്ന റബ്ബ് അതിഷ്ടപ്പെടുകയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ചെറുപ്പക്കാരാ, നിന്റെ കണ്ണുകൊണ്ട് നീ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കിയില്ലേ? നീ അന്യന്റെ കത്ത് പൊളിച്ച് വായിച്ചു നോക്കിയില്ലേ? നീ അന്യന്റെ വീട്ടിലേക്ക് പൊരുത്തപ്പെടാത്ത നിലയ്ക്ക് നിന്റെ ദൃഷ്ടി പതിച്ചില്ലേ? നീ അന്യനെ സംബന്ധിച്ച് ഗീബത്ത് പറയാൻ റബ്ബ് തന്നെ നാം ഉപയോഗപ്പെടുത്തിയില്ലേ? കള്ളം പറയാൻ ഉപയോഗപ്പെടുത്തിയില്ലേ? ചീത്ത പറയാൻ ഉപയോഗപ്പെടുത്തിയില്ലേ? തെറി പറയാൻ ഉപയോഗപ്പെടുത്തിയില്ലേ? അങ്ങനെ ഓരോന്നും റബ്ബ് തന്നതെന്തിനാണോ അതിനുപയോഗിക്കുന്നതിന് പകരം അവൻ വിരോധിച്ചതിന് ഉപയോഗപ്പെടുത്തിയില്ലേ? അതെല്ലാം റബ്ബ് കണ്ടിട്ടില്ലേ? അവൻ കേട്ടിട്ടില്ലേ? അവൻ അറിഞ്ഞിട്ടില്ലേ? ഈ പ്രസംഗിക്കുന്ന ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞില്ലേ, വിഷയം അവതരിപ്പിക്കാൻ ഞാൻ യോഗ്യനല്ലെന്ന്.
എന്റെ കണ്ണുകൊണ്ട് ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് പറയാൻ എനിക്ക് സാധ്യമാണോ? എന്റെ കാതുകൊണ്ടൊരു തെറ്റും ചെയ്തില്ലെന്ന് പറയാൻ എനിക്ക് സാധ്യമാണോ? എന്റെ നാവ് കൊണ്ടൊരു തെറ്റും പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ എനിക്ക് സാധ്യമാണോ? സാധ്യമേ അല്ല. അർഹമുർ-റഹീമായ റബ്ബേ, നീ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. ഞങ്ങൾ മാപ്പ് ഏറ്റവും ആവശ്യമുള്ള അടിമകളുമാണ്. ഞങ്ങൾ തെറ്റ് ചെയ്തു പോയ അടിമകളാണ്. നീ തെറ്റ് ചെയ്തവർക്ക് മാപ്പ് കൊടുക്കുന്ന രാജാവാണ്. ഞങ്ങളെ ഈ മജ്‌ലിസിൽ തിരിച്ചയക്കുന്നതിന് മുമ്പ് ഞങ്ങളുടെ സർവ്വ പാപങ്ങളും പൊറുത്ത് നീ ഞങ്ങളെ അംഗീകരിച്ച് തിരിച്ചയക്കണം റഹ്മാനേ. ഓ സഹോദരന്മാരെ, അള്ളാഹു കണ്ടില്ലേ? അള്ളാഹു കേട്ടില്ലേ? അല്ലാഹ് അറിഞ്ഞില്ലേ? അവനെല്ലാം അറിയുന്നവൻ, ആരും അറിയിച്ചു കൊടുക്കാതെ അറിയുന്നവൻ, അവനെല്ലാം സ്വയം കേൾക്കുന്നവൻ, അവൻ എല്ലാം സ്വയം തന്നെ കാണുന്നവൻ, എല്ലാം കണ്ടിട്ടുണ്ട്, അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സെക്കൻഡ് കൊണ്ട് തെറ്റ് ചെയ്ത നമ്മെ ശിക്ഷിക്കാൻ സർവ സംവിധാനങ്ങളും അവനുണ്ട്. അവനെല്ലാം അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ അവൻ വല്ലത്തെ കാരുണ്യമുള്ള രാജാവ്. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് ശിക്ഷാ നടപടി സ്വീകരിച്ചില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ കണ്ണ് ബാക്കിയായത്, അതുകൊണ്ടല്ലേ കാത് ബാക്കിയായത്, അതുകൊണ്ടല്ലേ നാം അവശേഷിച്ചത്. അവൻ പെട്ടെന്ന് നടപടി സ്വീകരിച്ചില്ല. അവൻ അങ്ങനെ നടപടി സ്വീകരിക്കുന്ന രാജാവല്ല. അവൻ വല്ലാതെ മാപ്പ് കൊടുക്കുന്ന രാജാവാണ്, വല്ലാതെ കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. വീണ്ടും വീണ്ടും അവനിലേക്ക് അവൻ ക്ഷണിക്കുകയാണ്, അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ ആവശ്യപ്പെടുകയാണ്. അവനിലേക്ക് അവന്റെ മനസ്സ് തിരിക്കാൻ അവൻ ക്ഷണിക്കുകയാണ്. അത് ക്ഷണിക്കാൻ അവൻ ഏറ്റവും പ്രിയം വെച്ച ഏറ്റവും വലിയ മഹാനെ പറഞ്ഞേക്കിട്ട് ആ മഹാനോട് അവൻ പറയുന്ന വാചകം കണ്ടോ? ചെറുപ്പക്കാരേ, പടച്ച റബ്ബിനെ സ്നേഹിക്കുന്നില്ലെങ്കിൽ ആരെയാണ് സ്നേഹിക്കാറുള്ളത്? ആരെയാണ് പ്രിയം വെക്കാറുള്ളത്? അവന്റെ വാചകം കണ്ടോ? നീ എന്റെ ഹബീബായ നബിയേ പറയൂ, യാ ഇബാദി യാ ഇബാദി, എന്റെ അടിമകളെ. സുബ്ഹാനല്ലാഹ്, നമ്മുടെ പ്രിയപ്പെട്ട മകൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തപ്പോ, നമ്മൾക്ക് താല്പര്യമില്ലാത്ത ഒരു വികൃതി കാണിച്ചപ്പോ, നാം വെറുക്കുന്ന ഒരു കാര്യം ചെയ്തപ്പോ, സ്വന്തം മകനോട് വെറുപ്പായിപ്പോയി. എന്നിട്ട് സ്വന്തം ഭാര്യയോട് നമ്മൾ പറയുന്ന ശൈലി, നിന്റെ മകൻ ചെയ്ത സംഗതി അറിയോ? നിന്റെ മകൻ ചെയ്ത കാര്യം നീ അറിയോ? സ്വന്തം ഭാര്യയോട് പറയുമ്പോ എന്റെ മകനാണെന്ന് പറയാൻ നമുക്ക് കാരുണ്യമില്ല. തെറ്റ് ചെയ്ത മകനെ പറ്റി പറയുമ്പോ നിന്റെ മകനാണ് ഭാര്യയോട് പറയുന്നത്. ഉമ്മ പറയുമ്പോ ബാപ്പയോട് പറയുന്നത് നിങ്ങളെ മോനെടുത്ത പണിയറിയോ നിങ്ങൾ എന്നാണ്. എന്താണ് എന്റെ മോനെന്ന് പറയാൻ കാരുണ്യം മതിയാകുന്നില്ല. അതേ സമയത്ത് അർഹമുർ റഹീമീൻ ആ റബ്ബിന്റെ കാരുണ്യം കണ്ടോ നിങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നു, ഖുൽ, പറയൂ നബിയേ, യാ ഇബാദി, എന്റെ അടിമകളെ, എന്റെ അടിമകളെ. ആരെയാണ് ഈ വിളിക്കുന്നത്? ധാരാളം സൽക്കർമ്മം ചെയ്ത മഹാന്മാരെയല്ല ഇവിടെ വിളിച്ചത്, ധാരാളം തഖ്വ ചെയ്ത മഹാന്മാരെയല്ല ഇവിടെ വിളിക്കുന്നത്. യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, ശരീരത്തോട് തെറ്റ് ചെയ്തു പോയ, അക്രമം ചെയ്തു പോയ, അതിന് വിട്ടുകടന്ന് പ്രവർത്തിച്ചു പോയ എന്റെ അടിമകളെ, നിങ്ങൾ തെറ്റ് ചെയ്തത് പോയത് കൊണ്ട് രാജാവായ എനിക്കൊന്നും വരാനില്ല.
എനിക്കൊന്നും സംഭവിക്കാനില്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടത് നിങ്ങളാണ്. അല്ലേ, നിങ്ങളല്ലേ തീക്കുണ്ടാരത്തിൽ പോയി വീഴുന്നത്, നിങ്ങൾക്കല്ലേ സ്വർഗം നഷ്ടപ്പെടുന്നത്, നിങ്ങളല്ലേ ഖബറിൽ കുടുങ്ങുന്നത്, നിങ്ങളല്ലേ മഹ്ശറിൽ വസലാകുന്നത്, നിങ്ങളല്ലേ തീക്കുണ്ടാരത്തിൽ പോയി വീഴുന്നത്. റബ്ബേ, നിന്റെ അദാബിൽ ഞങ്ങളതിന്റെ റഹ്മത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണം റഹ്മാനെ. എന്നാൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ വിളിച്ചുകൊണ്ട് പറയുന്നത് അതാണ്, തെറ്റ് ചെയ്തു പോയ അടിമകളെ, സ്വന്തം ശരീരത്തോട് തെറ്റ് ചെയ്തു പോയ അടിമകളെ, എന്റെ അടിമകളെ, എന്റെ അടിമകളെ. അപ്പോഴും അവൻ കാരുണ്യത്തിന്റെ വിളി വിളിക്കുകയാണ്. എന്റെ അടിമകളെ, തെറ്റ് ചെയ്തു പോയ അടിമകളെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ ഗുണത്തിൽ നിന്ന്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ദയയിൽ നിന്ന് നിങ്ങൾ നിരാശരാകല്ല കേട്ടോ. തെറ്റ് ചെയ്തു പോയ നിങ്ങൾ പോകല്ല, നിരാശരാകല്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു ഏത് പാപവും പുറത്തു തരുന്നവനാണ്, ഏത് തെറ്റും മാപ്പ് തരുന്നവനാണ്. പക്ഷേ നിങ്ങൾ മനസ്സുകൊണ്ട് അല്ലാഹുവിലേക്കൊന്ന് മടങ്ങണം. നിങ്ങളൊരു ചാണെടുത്താൽ അവനൊരു മുഴമെടുക്കും. അത്തരത്തിലാണ് അവന്റെ നയം. നിങ്ങളെ മനസ്സുകൊണ്ട് നിങ്ങൾ എന്നിലേക്കൊന്ന് മടങ്ങൂ, ചെയ്ത തെറ്റിൽ ഖേദം പ്രകടിപ്പിക്കൂ, എന്നോടൊന്ന് മാപ്പ് പറയൂ, ചെയ്യുന്ന തെറ്റൊന്ന് നിർത്തിവെക്കൂ, ഒരു നേരിൽ തെറ്റ് ചെയ്യില്ലെന്ന് ഉറപ്പിക്കൂ. എന്നിട്ട് സൽക്കർമ്മികളാകാൻ വേണ്ടി നിങ്ങൾ ഓടി വരൂ. നിങ്ങൾക്ക് കാരുണ്യം ചെയ്യുന്ന രാജാവാണിതാൻ. തെറ്റ് ചെയ്തവരെ ആക്കി ഓടിക്കുന്ന രാജാവല്ല, അക്രമം കാണിക്കുന്ന രാജാവല്ല, ഭീഷണിപ്പെടുത്തുന്ന രാജാവല്ല. ഞാൻ തെറ്റ് ചെയ്തവന് കാരുണ്യം ചെയ്യുന്ന രാജാവാണ്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ട് ഞാനുമായൊന്ന് അടുക്കാൻ വരൂ. എന്റെ അടിമകളെ വിളിച്ചിട്ട് നിരാശരാകല്ലെന്ന് പറയൂ നബിയേ. എന്തൊരു കാരുണ്യമുള്ള രാജാവ് സഹോദരന്മാരെ. ആ രാജാവിനെ പ്രിയം വെക്കുന്നില്ലെങ്കിൽ ആരെയാണ് പ്രിയം വെക്കാറുള്ളത്? ആ രാജാവ് തന്ന ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ ഓരോ സെക്കൻഡിലും അനുഭവിക്കുന്ന വകയിൽ ഒരു നയാകാശം കൊടുക്കാതെ സുബ്ഹാനല്ലാഹ് ഒരൽപ്പം ട്യൂബുകൾ ഇവിടെ കത്തിച്ചു. അതിന്റെ ലൈറ്റ് നമ്മൾ അനുഭവിക്കുന്നു. പക്ഷേ അതിന്റെ പേരിൽ അപ്പുറത്തതാ ജനറേറ്റർ വർക്ക് ചെയ്യുന്നു. അതിന്റെ ശബ്ദം നമ്മൾ കേൾക്കേണ്ടി വരുന്നു. അതിന് ഡീസൽ ചെലവ് വരുന്നു. അതിന് ഓപ്പറേറ്റർ ഇരിക്കേണ്ടി വരുന്നു. എന്തെല്ലാം സംഗതികളാണ്. എന്നിട്ടും ഇന്ന് പകലുള്ള ലൈറ്റിന്റെ ഒരു ചെറിയ ഭാഗം പോലും ഇവിടെ നമുക്ക് ലൈറ്റ് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതേസമയം ഒരു നയാകാശം ചെലവില്ലാതെ കണ്ടില്ലേ നിങ്ങൾ? ഒരൊറ്റ ബൾബ് 15 കോടിയോളം കിലോമീറ്റർ അകലെ രാജാവായ റബ്ബങ്ങ് കത്തിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ഭൂമിയുടെ പകുതിയിലധികം സ്ഥലങ്ങളിൽ അവൻ ലൈറ്റ് കൊടുത്തില്ലേ. നയാകാശിന്റെ ഡീസൽ വേണ്ട, ഒരു നയാകാശം വാടക വേണ്ട, ഒരു ശബ്ദത്തിന്റെയും പ്രശ്നമില്ല, ഒരു ഓപ്പറേറ്ററെയും നമ്മൾ നിശ്ചയിക്കേണ്ടി വന്നിട്ടില്ല, ഒരു വിഷമവും അനുഭവിച്ചിട്ടില്ല. വയറ് വലിച്ചിട്ട് ആ വയറ് കണക്ക് വിട്ടുപോകുന്ന പ്രശ്നമില്ല, കറണ്ട് പിടിക്കുന്ന ബേജാറില്ല. ഒരൊറ്റ ബൾബ് കൊണ്ട് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തിന്റെ പകുതിയോളം സ്ഥലത്ത് അവൻ ഒരു സമയത്ത് ലൈറ്റ് കൊടുത്തപ്പോ മറ്റൊരു വിഭാഗത്തിന് റസ്റ്റിന് അവസരം കൊടുത്തില്ലേ? ഉറങ്ങാൻ അതാ വിളക്ക് കെടുത്തി കൊടുത്തില്ലേ? അവൻ തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് ആ വിളക്ക് ഉപയോഗത്തിന് നൽകിയപ്പോ മറ്റൊരു വിഭാഗത്തിന് ഉറങ്ങാൻ സൗകര്യം ചെയ്തില്ലേ? അത് ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ ആ റബ്ബിന്റെ ആയിരക്കണക്കിന് അനുഗ്രഹങ്ങൾ അതൊക്കെ തന്നിട്ടും തെറ്റ് ചെയ്യുന്നവന് പിന്നെയും മാപ്പ് തരാമെന്ന് പറയുന്ന രാജാവ്
ആ രാജാവിനെ പ്രിയം വെക്കണം. ആ രാജാവിനെ കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഖൽബിൽ നിറയണം. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. ആ ചിന്ത കൊണ്ട് ഖൽബ് നിറയണം. അല്ലാഹുവിലേക്കുള്ള ചിന്ത നിറയണം. ഏത് സമയത്തും നിന്റെ രഹസ്യത്തിലും നിന്റെ പരസ്യത്തിലും നീ അല്ലാഹുവിനെ കാണണം. അതല്ലേ സഹോദരന്മാരെ, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. സുബ്ഹാനല്ലാഹ്. പരിശുദ്ധ ഇസ്ലാം എന്താണെന്ന് പറഞ്ഞു കൊടുത്തു, ഈമാൻ എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ആ ഈമാനും ഇസ്ലാമും നന്നാക്കൽ എങ്ങനെയാണ് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞില്ലേ, അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹ്. നീ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണം. കഅന്നക തറാഹ്, നീ റബ്ബിനെ കാണുന്നത് പോലെ നീ ഇബാദത്ത് ചെയ്യണം. നിന്റെ മനസ്സിലെപ്പോഴും ആ റബ്ബിനെ കാണണം. വഇല്ലം തകുൻ തറാഹ്. അതിന് പല തഫ്സീറുകളും പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട്. മഹാനായ ഇബ്നു സലം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു തഫ്സീർ, വഇല്ലം തകുൻ, നീ ഉണ്ടായിട്ടില്ലെങ്കിൽ നിന്റെ മനസ്സിൽ ഞാനെന്ന വികാരമില്ല, ഞാനെന്ന ചിന്തയില്ല, എനിക്ക് കഴിയുമെന്ന ചിന്തയില്ല, നീ ഒന്നിനെയും ഇവിടെ കാണുന്നില്ല, നീ കാണുന്നത് മുഴുവനും റബ്ബിനെ. അങ്ങനെ ഫഇല്ലം തകുൻ, നീ ഉണ്ടായിട്ടില്ലെങ്കിൽ തറാഹ്, നിനക്ക് റബ്ബിനെ കാണാൻ കഴിയും. അഥവാ നിന്റെ മനസ്സിൽ നീ റബ്ബിലേക്ക് തന്നെ മനസ്സ് തിരിച്ച് നീ റബ്ബിലേക്ക് മനസ്സ് തിരിച്ച് നീയാൽ നിനക്ക് റബ്ബിനെ കാണാൻ കഴിയും. തിരിക്കട്ടെ, സാധാരണ പറഞ്ഞു വരുന്ന തഫ്സീറുകൾ വേറെയുണ്ട്. നിനക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അങ്ങനെ നിന്റെ ഖൽബ് എപ്പോഴും റബ്ബിലേക്ക് തിരിക്കുക. 10 ദിവസത്തെ വഅദാണ് ഇവിടെ. അതേ, വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്. എന്താണ് ദഅവത്ത്? സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിലേക്കുള്ള ക്ഷണമാണ്. അല്ലാഹുവിലേക്കുള്ള ക്ഷണം അത് നടത്തുന്നവനേക്കാൾ നല്ല വാക്ക് പറയുന്നവൻ ആരാണ്? പക്ഷേ നല്ല വാക്കിങ്ങനെ ക്ഷണിക്കുന്ന വാക്ക് പറഞ്ഞാൽ പോരല്ലോ. വഅമില സാലിഹാ, അവൻ സൽക്കർമ്മം ചെയ്യുന്നവനാകണം. അല്ലാഹുവിലേക്കൊരു മനുഷ്യന്റെ ഖൽബ് തിരിയുമ്പോ അല്ലാഹു തആല എന്താണോ നിർബന്ധമാക്കിയത് അത് കൈയൊഴിക്കാൻ അവന് ധൈര്യം വരൂല. അല്ലാഹു എന്താണോ ഹറാമാക്കിയത് അത് ചെയ്യാൻ അവന് ധൈര്യം വരൂല. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിക്കുമ്പോ എന്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, അവൻ അറിയുന്നുണ്ടല്ലോ, അവൻ കേൾക്കുന്നുണ്ടല്ലോ, അവനെല്ലാം വീക്ഷിക്കുന്നുണ്ടല്ലോ. ഈ ചിന്തയോടെ ജീവിക്കുന്ന മനുഷ്യന് തെറ്റിലേക്ക് ചാടാൻ ധൈര്യം വരുമോ? ഉമ്മമാര്, തെറ്റിലേക്ക് ചാടാൻ ധൈര്യം വരുമോ ചെറുപ്പക്കാര്? ഇവിടെയാണ് കേട്ടോ സാലിഹീങ്ങൾ അവരുടെ മനസ്സിൽ വലിയ തെറ്റുകൾ ചെയ്യാൻ വല്ലപ്പോഴും തോന്നിപ്പോയാൽ അവരെ പിടിച്ചു തിരിക്കുന്നത് ഈ ഒരു ഒറ്റ ചിന്തയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ കണ്ടില്ലേ 7 വിഭാഗത്തിന് അല്ലാഹു സ്പെഷ്യലായ തണൽ കൊടുക്കും. ആ 7 വിഭാഗത്തിൽ എന്തെങ്കിലും ഒരു വിഭാഗം ഏതാണ്? വറജുലുൻ ദഅത്ഹു ഇംറഅത്തുൻ ദാതു മൻസിബിൻ വജമാൽ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്. ഒരു വ്യക്തി അദ്ദേഹത്തിന് നല്ല തറവാടിത്തമുള്ള സൗന്ദര്യമുള്ള ഒരു സ്ത്രീ അവളുടെ ജീവിതത്തിൽ വഴിപ്പെടാൻ, ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ, വ്യഭിചാരം നടത്താൻ ശ്രമിച്ചു. സർവ സാഹചര്യങ്ങളും അനുകൂലമായി വന്നിട്ടുണ്ട്. പക്ഷേ ഫഖാല ഇന്നി അഖാഫുല്ലാഹ്, ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ ഏറാളെയും ഭയപ്പെട്ടത് കൊണ്ടല്ല, ആരും അറിയുന്നത് കൊണ്ടും കാണുന്നത് കൊണ്ടുമല്ല.
ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് മാറിക്കളഞ്ഞ ചെറുപ്പക്കാരൻ, അവൻ അല്ലാഹു അർശിന്റെ തണൽ നൽകുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ സഹോദരന്മാരെ, മനുഷ്യന്റെ മനസ്സ് അല്ലാഹുവിലേക്ക് തിരിയണം. അത് തിരിയുമ്പോൾ കർമ്മങ്ങളൊക്കെയും നന്നായി വരും. അല്ലാഹുവിനെ സ്നേഹിക്കണം, അല്ലാഹുവിലേക്ക് മനസ്സ് തിരിയണം. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ ആത്മീയമായി സംസ്കരിക്കപ്പെടും. അവന്റെ മനസ്സിൽ ഭയമുണ്ടാകും, അവന്റെ മനസ്സിൽ പ്രതീക്ഷയുണ്ടാകും. അങ്ങനെ റഗബൻ വറഹബ, പ്രതീക്ഷയും ഭയവും ഒരേ സമയത്ത് അവന്റെ മനസ്സിൽ നിറയുമ്പോൾ അവൻ സൽക്കർമ്മിയാകും, ദുഷ്കർമ്മങ്ങൾ കൈവരിക്കുന്നവനാകും. ഇവിടെയാണ് സഹോദരന്മാരെ നമ്മുടെ മുൻഗാമികളായ സജ്ജനങ്ങളുടെ മഹത്വം നാം കാണുന്നത്. അവരുടെ ഖൽബിൽ ഇഖ്ലാസാണ്, അവരുടെ ഖൽബിൽ ആത്മാർത്ഥതയാണ്, അവരുടെ ഖൽബിൽ അല്ലാഹുവിലേക്ക് തിരിഞ്ഞതുകൊണ്ട് തന്നെ സർവചലനങ്ങളും അല്ലാഹുവിനുള്ളതാണ്. കാരണം അവർക്കറിയാം എവിടെ എന്ത് നടക്കുന്നുണ്ടെങ്കിലും അല്ലാഹു മുഖേനയാണ്. അവർക്കറിയാം എന്ത് കാര്യമുണ്ടെങ്കിലും അല്ലാഹുവിങ്കൽ നിന്നാണ്. അവർക്കറിയാം എന്ത് കാര്യം കിട്ടണമെങ്കിലും അല്ലാഹുവിന്റെ മേലേൽപ്പിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും ചിന്തിക്കുന്നത് അല്ലാഹുവിലേക്ക് എത്തണമെന്നാണ്. ആ ചിന്തയുള്ള മഹാന്മാർ അവരെ നിങ്ങൾ കണ്ടോ? അവിടെ അവർ കാര്യലാഭം ചിന്തിക്കുന്നില്ല, നഷ്ടവും അതുപോലെ നഷ്ടവും ലാഭവും ആലോചിക്കുന്നില്ല. റബ്ബിന്റെ മുന്നിൽ ഇതിന്റെ തീരുമാനം എന്താണ് അവരുടെ പ്രശ്നം? കണ്ടോ നിങ്ങൾ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് അതിനെയൊരു ഭക്ഷണം കൊണ്ട് കൊടുത്തു. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് പറയുന്നത്, അറിയാത്ത ഒരു ജോലി അറിയുമെന്ന് നടിച്ച് മറ്റൊരാളെ വഞ്ചിച്ച് അതിലൂടെ നേടിയെടുത്തത് കൊണ്ടാണ് ഈ ഭക്ഷണം വാങ്ങിയത്. സുബ്ഹാനല്ലാഹ്, അറിയാത്ത ജോലി അറിയുമെന്ന് കാണിച്ച് നേടിയെടുത്തതാണ് ഈ ഭക്ഷണം എന്ന് പറഞ്ഞപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? തൊള്ളയിലേക്ക് കൈയെന്നിട്ടു. കഴിച്ച ഭക്ഷണം ഛർദിച്ചു, വീണ്ടും കൈയിട്ടു, വീണ്ടും ഛർദിച്ചു. കഴിച്ചത് മുഴുവനും ഛർദിച്ചു തീർത്തു. എന്തേ കാരണം? സ്വന്തത്തിൽ മനഃപൂർവ്വം തെറ്റിയിട്ടില്ല. പക്ഷേ എന്റെ റബ്ബ് എനിക്ക് തന്ന വയറ്റിൽ ശരിയല്ലാത്തൊരു ഭക്ഷണം കുടുങ്ങിപ്പോയത് അതവിടെ നിലനിൽക്കേണ്ടതില്ല, അതൊഴിച്ചു കളയുന്നതല്ലേ ശുദ്ധി. സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടപ്പോ സാമ്പത്തിക രംഗത്ത് വളരെ ശുദ്ധമാണ്, എവിടെയും പരിപൂർണമാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടപ്പോ താഴ്മയുള്ള ജീവിതമാണ്. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കേട്ടിട്ടില്ലേ നിങ്ങൾ? മഹാനവറുകൾ തൊട്ടടുത്തുള്ള വീട്ടിലെ പാവപ്പെട്ടവരുടെ ആടുകളെ കറന്നു കൊടുക്കാൻ വേണ്ടി രാവിലെയും വൈകുന്നേരവും അയൽവാസികളെ സമീപിക്കുമെന്നാണ് ചരിത്രം പറയുന്നത്. ഭരണമേറ്റെടുത്തതിന് ശേഷം സഹമാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വൈകുന്നേരം നടന്നു പോകുമ്പോ ഒരു പെൺകുട്ടി പറഞ്ഞില്ലേ, ഇനി ആട്ടിനെ കറക്കാൻ നമുക്ക് ആരെ കിട്ടും? അപ്പോൾ മഹാനവറുകൾ പ്രതികരിച്ചില്ലേ, മോളെ ഭയപ്പെടണ്ട, അബൂബക്കർ ഇന്നേരെ നിങ്ങൾക്ക് പാല് കറന്നു തന്നത്, ആട്ടിനെ കറന്നു തന്നത് ഭരണം കിട്ടാനല്ലല്ലോ, എന്റെ റബ്ബിന്റെ തൃപ്തി കിട്ടാനല്ലേ, അയൽവാസികൾക്ക് നന്മ ചെയ്തു കൊടുത്ത തൃപ്തി അതിനിയും എനിക്ക് ആവശ്യമില്ലേ, ഞാൻ രാവിലെ കറക്കാൻ അവിടെ എത്തും. സുബ്ഹാനല്ലാഹ്, രാഷ്ട്രത്തിന്റെ ഭരണാധികാരിയായിട്ടും ഒരൽപ്പവും അഹങ്കാരമില്ല, അയൽവാസികളെ തള്ളുന്നില്ല, അയൽവാസികളോടുള്ള സ്നേഹത്തിനോ സേവനത്തിനോ കുറവില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ അങ്ങനെയാണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ട് തന്നെയല്ലേ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പ്രത്യേകം ഒരായത്ത് തന്നെ മഹാനായ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹുവിനെ
ശത്രുക്കൾ വലിയ പാറക്കല്ല് കൊണ്ടുവന്ന് നെഞ്ഞിൽ വെച്ച് ഉരുട്ടിയിട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, അതാ ക്രൂരമായി മർദ്ദിച്ചുകൊണ്ടിരിക്കുമ്പോ അത് ശ്രദ്ധയിൽപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാലിന്റെ അവസ്ഥ വന്ന് വിവരിച്ചപ്പോ, അതാ ഉള്ള പണം അങ്ങനെ തന്നെ എടുത്ത് സ്വർണവുമായി ചെന്ന് ബിലാലിന്റെ മുതലാളിയോട് പറഞ്ഞ പണത്തിന് ബിലാലിനെ വാങ്ങി ആ അടിമ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പലരും അങ്ങാടിയിലിരുന്നിട്ട് എന്തോ പണ്ട് ബിലാല് ചെയ്തു കൊടുത്തിട്ടുണ്ട്, അതിന് പകരം അബൂബക്കർ ചെയ്തതാണെന്ന്. സുബ്ഹാനല്ലാഹ്, എത്ര നല്ലത് ചെയ്യുന്നവനെയും അതാ വിമർശിക്കാൻ ലോകത്ത് ജനങ്ങളുണ്ടാകും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞപ്പോ അല്ലാഹു പറഞ്ഞില്ലേ, وَسَيُجَنَّبُهَا الْأَتْقَى الَّذِي يُؤْتِي مَالَهُ يَتَزَكَّى وَمَا لِأَحَدٍ عِندَهُ مِنْ نِعْمَةٍ تُجْزَى إِلَّا ابْتِغَاءَ وَجْهِ رَبِّهِ الْأَعْلَى وَلَسَوْفَ يَرْضَى. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ധർമ്മം അതാളെ കാണിക്കാനുള്ളതല്ല, പകരം ചെയ്യാനുള്ളതല്ല. ആത്മീയ സംസ്കരണം ലഭിക്കാൻ, ആത്മീയമായ ശുദ്ധീകരണം ലഭിക്കാൻ, റബ്ബുമായി അടുക്കാൻ വേണ്ടി കർമ്മം ചെയ്തവരാണ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. അങ്ങനെയുള്ള ധർമ്മിഷ്ഠന്മാരെ നമ്മൾ നരകത്തിൽ നിന്ന് ദൂരീകരിക്കും നബിയേ. وَمَا لِأَحَدٍ عِندَهُ مِنْ نِعْمَةٍ تُجْزَى. അതേ അബൂബക്കറിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ട ഉപകാരം ആരും ലോകത്ത് ചെയ്തിട്ടില്ലല്ലോ. പിന്നെയോ എന്തിന് അബൂബക്കർ ഇത്ര വലിയ തുക ചെലവഴിച്ചു? وَمَا لِأَحَدٍ عِندَهُ مِنْ نِعْمَةٍ تُجْزَى إِلَّا ابْتِغَاءَ وَجْهِ رَبِّهِ الْأَعْلَى. ഉന്നതനായ റബ്ബിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ച് അബൂബക്കർ ധർമ്മം ചെയ്തു. അല്ലാഹുവിന്റെ തൃപ്തി ലക്ഷ്യം വെച്ച് ധർമ്മം ചെയ്തു. പണം ചെലവഴിക്കുന്ന രംഗവും റബ്ബിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്, കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ചു കളഞ്ഞതും റബ്ബിന് വേണ്ടി. സുബ്ഹാനല്ലാഹ്, സർവരംഗവും റബ്ബിന് വേണ്ടി. അതുകൊണ്ട് തന്നെ അബൂബക്കറിന് അള്ള കൊടുക്കുന്ന വലിയ പ്രതിഫലം, ആ പ്രതിഫലം കിട്ടുമ്പോ സിദ്ദീഖുൽ അക്ബർ തൃപ്തിപ്പെട്ടോളും നബിയേ. അല്ലാഹു കാരുണ്യത്തോടെ പരിശുദ്ധ ഖുർആനിൽ ആയത്ത് അവതരിപ്പിച്ചില്ലേ? കാരണം എന്താണ്? ഖൽബ് റബ്ബിലേക്ക് തിരിഞ്ഞു, ഖൽബ് പൂർണ്ണമായി റബ്ബിലേക്ക് തിരിഞ്ഞു. അതുകൊണ്ട് തന്നെയല്ലേ സഹോദരന്മാരെ, കേട്ടിട്ടില്ലേ നിങ്ങൾ മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ആണെന്ന് ഞാൻ ഓർക്കുന്നു. എപ്പോഴും നിസ്കാരം കഴിഞ്ഞാൽ ദിക്റിനും ദുആക്കും പങ്കെടുക്കും. പക്ഷേ സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അതാ മൂപ്പര് ദിക്റിനും ദുആക്കും നിൽക്കാതെ വീട്ടിലേക്ക് അർജന്റായി പോകുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു ദിവസം വിളിച്ചു, എന്തേ അബൂ ദുജാന, നിനക്ക് റബ്ബിനോടൊന്നും പറയാനില്ലേ? നീ എന്തേ ദിക്റിനും ദുആക്കും നിൽക്കാതെ സുബ്ഹി കഴിഞ്ഞാൽ ഉടനെ പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്നത്? ദിക്റിനും ദുആക്കും ഇരിക്കുക എന്നത് വലിയ ഭാഗ്യമാണ്. ഒരാൾ നിസ്കരിച്ച സ്ഥലത്ത് അതേ ഇരുത്തലിരുന്ന് ദിക്റും ദുആയും നടത്തുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓഫർ ചെയ്തത് എന്താണ്? ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്, മാദാമ ഫീ മുസല്ലഹു, അവൻ നിസ്കരിച്ച സ്ഥലത്ത് ഇരിക്കുന്ന സമയത്തോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിസ്കരിച്ച ഉടനെ സദസ്സിൽ നിന്ന് തിരിഞ്ഞോടണമെന്ന് ചിന്തിക്കുന്ന ചില ഭാഗ്യം കെട്ടവരുണ്ട്. അല്ലാഹു അവരിൽ നിന്ന് നമ്മയും നമ്മളെ സന്താന പരമ്പരങ്ങളെയും കാക്കട്ടെ. സഹോദരന്മാരെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്നൽ മലായികത തുസല്ലി അലൈഹി, അത് അവന്റെ പേരിൽ മലക്കുകൾ സ്വലാത്ത് നിർവഹിക്കും. ആര്? ഒരാൾ നിസ്കരിച്ചിട്ട്
നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്ന് ദിക്റും ദുആയും നടത്തിയാൽ മലക്കുകൾ സലാത്ത് നിർവഹിക്കും. സുബ്ഹി നിസ്കാരം കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ തന്നെ ഇരുന്നൊരാൾ ദിക്റും സലാത്തും നിർവഹിക്കുന്നുവെങ്കിൽ, പരിശുദ്ധ ഖുർആൻ ഓതുന്നുവെങ്കിൽ, എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ ഇരുന്ന ഇരുത്തത്തിൽ ദിക്റും ഔറാദും സലാത്തും ഖുർആനോത്തും ഇൽമും അങ്ങനെയുള്ള നല്ല കാര്യങ്ങളിൽ തന്നെ ചെലവഴിച്ചാൽ, ആ ചെലവഴിക്കുന്ന മനുഷ്യർ ആ സൂര്യൻ ഉദിച്ചുയർന്നതിന് ശേഷം 2 റക്അത്ത് സുന്നത്തും കൂടി നിസ്കരിച്ചാൽ അവന് ഓരോ ദിവസവും ഓരോ ഉംറ ചെയ്ത പ്രതിഫലം അല്ലാഹു കൊടുക്കുമെന്ന് വരെ ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ. പ്രഭാതത്തിലും പ്രദോഷത്തിലും ഇരിക്കുന്നവരുടെ കൂടെ നിന്റെ ശരീരവും നീ ബന്ധാക്കി വെക്കുക. അവിടുന്ന് നീ ഇറങ്ങിപ്പോകല്ല. പരിശുദ്ധ ഖുർആൻ പ്രത്യേകം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എവിടെയും ദിക്റിന്റെ സദസ്സുകൾ, സലാത്തിന്റെ സദസ്സുകൾ, ദുആയുടെ സദസ്സുകൾ, ഇൽമിന്റെ സദസ്സുകൾ നമ്മൾ എപ്പോഴും അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു ഒരു ദിവസം അവിടുന്ന് ചോദിച്ചു, എന്തേ നിങ്ങൾ സുബ്ഹി നിസ്കരിച്ചിട്ട് ദിക്റും ദുആക്കും നിൽക്കാതെ പോകുന്നു? മഹാനവറുകൾ പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ സങ്കടം ഇതുവരെ പറഞ്ഞില്ല, എനിക്ക് പറയാം. എന്റെ പ്രശ്നം എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത്, അതാ എന്റെ വീട്ടിന്റെ തൊട്ടടുത്ത് ഒരു ഈത്തപ്പന മരമുണ്ട്. ഇപ്പോൾ ഈത്തപ്പഴം പഴുത്തിട്ടുണ്ട്. ആ ഈത്തപ്പന മരത്തിൽ നിന്ന് പഴുത്ത ഈത്തപ്പഴം രാവിലെയാകുമ്പോൾ കൊഴിഞ്ഞു വീണിട്ടുണ്ടാകും. അത് എന്റെ മുറ്റത്താണ് വീഴുന്നത്. ആ മുറ്റത്ത് വീഴുന്ന ഈത്തപ്പഴം എന്റെ ചെറിയ മക്കളുണ്ട്, പട്ടിണി കിടക്കുന്ന മക്കളാണ്. സാമ്പത്തിക ശേഷിയില്ല, ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല. ആ മക്കൾ അതിരാവിലെ നേരം വെളുക്കുമ്പോൾ എഴുന്നേറ്റ് വന്നാൽ അന്യന്റെ ഈത്തപ്പഴത്തിൽ കൊഴിഞ്ഞു വീണ ഈത്തപ്പഴം എന്റെ മക്കൾ പെറുക്കി തിന്നുപോകും. നബിയേ, ഞാനോ ഒരു ദിവസം ഞാൻ ചെല്ലുമ്പോ എന്റെ ഒരു മകൻ ആ അന്യന്റെ ഈത്തപ്പഴം അത് എടുത്തിട്ട് തൊള്ളയിലിട്ടത് കണ്ടപ്പോ ഞാനത് തൊള്ളയിൽ നിന്ന് പിടിച്ചു പറിച്ചെടുത്തു കളഞ്ഞതാണ്. എന്റെ മക്കൾ അന്യന്റെ ഭക്ഷണം തിന്നുപോകും. അതിനാൽ ആ മക്കൾ ഉറക്കം തെളിഞ്ഞു വരുന്നതിന് മുമ്പ്, നേരം വെളുക്കുന്നതിന് മുമ്പ് എനിക്കെന്റെ വീട്ടുമുറ്റത്തെത്തണം നബിയേ. അവിടെ കൊഴിഞ്ഞു വീണ ഈത്തപ്പഴം അത് പെറുക്കിയെടുത്തിട്ട് അദ്ദേഹത്തിന്റെ വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അതിനുവേണ്ടി ദിക്റിലും ദുആക്കും നിൽക്കാതെ ഞാൻ വളരെ പെട്ടെന്ന് പോവുകയാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. എന്റെ ചെറുപ്പക്കാരാലോചിക്കണം, ചിന്തിക്കണം. ഹറാമും ഹലാലുമില്ലാതെ ബിസിനസ് നടത്തുന്നവരില്ലേ? അറബികളത് കത്താ കുഴപ്പമില്ലാതെ വിചാരിക്കുന്ന ആളുകളില്ലേ? അതുപോലെ മുതലാളിയുടേത് എടുത്ത് കീശയിലിടുന്നവരില്ലേ? മുതലാളിയെ വഞ്ചിച്ച് സമ്പാദിക്കുന്നവരില്ലേ? തൊഴിലാളിയുടെ തൊഴിലിന് കൃത്യമായി വേതനം കൊടുക്കാതെ അവനെ ഇട്ട് സ്വീപ്പാക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. അയൽവാസിയുടേത് കിട്ടിയാൽ എടുക്കുന്നവരില്ലേ? സംഘം കിട്ടിയാൽ കട്ടെടുക്കുന്നവരില്ലേ? സുബ്ഹാനല്ലാഹ്. സാമ്പത്തിക രംഗത്ത് ഒരു നിലക്കും ഹലാലും ഹറാമും ചിന്തിക്കാതെ ജീവിക്കുന്നവരില്ലേ? പലിശ വാങ്ങുന്നവരില്ലേ? പലിശ കൊടുത്തുകൊണ്ട് വലിയ പണം കടം വാങ്ങിയിട്ട് ബിസിനസ് നടത്തി പുരോഗമിക്കാമെന്ന് ചിന്തിക്കുന്നവരില്ലേ? ഇന്ന് ആഗോള തലത്തിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്ന് ലോക നേതാക്കൾ വിലയിരുത്തുമ്പോ പരിശുദ്ധ ദീനുൽ ഇസ്ലാം നേരത്തെ തന്നെ പറഞ്ഞിരുന്ന നിയമങ്ങൾ, സുബ്ഹാനല്ലാഹ്, പലിശ കച്ചവടം വേണ്ട, പലിശക്കെടുത്തിട്ട് ബിസിനസ് വേണ്ട, കാണാത്ത വസ്തു കച്ചവടം ചെയ്യണ്ട, ഊഹക്കച്ചവടത്തിന് പോകണ്ട. ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നും തന്നെ ഒരൽപ്പവും പരിഗണിക്കാതെ കച്ചവടം ചെയ്ത് പൊട്ടിപ്പൊളിഞ്ഞിട്ട്
സുബ്ഹാനല്ലാഹ് പ്രതിസന്ധിയാണെന്ന് പറയുന്നവരില്ലേ? ഞാനിപ്പോൾ അതിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ ഓർക്കണം സഹോദരന്മാരെ, മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധി കണ്ടോ, സംസ്കരണം കണ്ടോ, അവരുടെ ശുദ്ധി കണ്ടോ, അവരുടെ ആത്മീയമായ പുരോഗതി കണ്ടോ? മഹാനായ അബൂ ദുജാന റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ ചെറിയ മക്കൾ അന്യന്റേത് എടുത്തു തിന്നു പോകുന്ന ഭയമാണ്. എന്റെ ഉമ്മമാരെ, നമ്മളെ ചെറിയ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നപ്പോ കുട്ടിന്റെ അടുത്ത് ഒരു ചെറിയ പെൻസിൽ കണ്ടു. നമ്മൾ വാങ്ങിച്ചു കൊടുക്കാത്തൊരു പെൻസിൽ. ആ പെൻസിൽ കണ്ട ആ കുട്ടീനെ വിളിച്ചു, ഈ പെൻസിൽ എവിടെ നിന്ന് കിട്ടി? അത് വേറൊരു കുട്ടിന്റെ ചിലപ്പോൾ കട്ടതായിരിക്കും. ഈ കുട്ടിക്ക് കളവെന്താന്നറിയില്ല, ചെറിയ കുട്ടിയാണ്, കളവെന്താന്നറിയില്ല, കളവിന്റെ ഗൗരവം അറിയില്ലേ. അപ്പൊ ഒരു പെൻസിൽ അതിന്റെ ആ മാസം എടുത്തതാ, അല്ലെ വേറൊരു കുട്ടിന്റെ പെൻസിൽ എടുത്തതാണ്. അല്ലെങ്കിൽ ഞാൻ ഇന്ത്യയെ പോയപ്പോ ഞാൻ മെല്ലെ ഒരു മുട്ടായി അവിടെ നിന്ന് കത്തിച്ച് വലിയ ഗീതയിലിട്ടു, ഞാൻ തിന്നുകയും ചെയ്തു എന്ന് പറയുമ്പോ നല്ല വെരി ഗുഡ് എന്ന് പറഞ്ഞ കുട്ടിക്ക് പ്രശംസ കൊടുക്കുന്ന ചില ഉമ്മമാരുണ്ട്. നിങ്ങളെ മക്കള് കള്ളന്മാരായി വളരും ഉമ്മമാരെ, ആ കുട്ടിയെ അപ്പോൾ തന്നെ താക്കീത് ചെയ്യണം. ആ കുട്ടിയുടെ മിഠായി അപ്പൊ തന്നെ പിടിച്ചു വാങ്ങണം. ആ മിഠായി ആരുടേതാണോ അവനത് എത്തിക്കുകയോ പൊരുത്തപ്പെടുകയോ വേണം. പെൻസിലിന്റെ കഷ്ണം ഏത് കുട്ടിയുടേതാണോ അവരെ ആ വിവരം അവന് നൽകണം. അങ്ങനെ കുട്ടിയെ വളർത്തിയെടുക്കാനുള്ളൊരു താല്പര്യം നമുക്കുണ്ടെങ്കിലേ നമ്മുടെ മക്കളെ നമുക്ക് ആഖിറത്തിൽ ഉപകരിക്കുള്ളൂ. എങ്കിലേ ആ മക്കളെ നന്നാകുള്ളൂ. ആ മക്കളെ കൊണ്ട് സമുദായത്തിന് ഫലം ചെയ്യുള്ളൂ. ആ മക്കളെ കൊണ്ട് മാത്രമേ ലോകത്ത് നന്മ കിട്ടുള്ളൂ. ആ മക്കൾ മാത്രമേ ഹക്കിൽ ഉറച്ചു നിൽക്കുള്ളൂ. അത് നന്നായി ശ്രദ്ധിച്ചോളണം. നിങ്ങൾക്കറിയില്ലേ അതാ സുബ്ഹാനല്ലാഹ്, യതീമിന്റെ പേരിൽ പണം പിരിച്ചിട്ട് യതീമല്ലാത്ത മക്കളെ കൊണ്ട് തീറ്റിക്കുന്ന നൂറുകണക്കിന് കമ്മിറ്റിക്കാരുണ്ട്. യതീംഖാന എന്ന പേരിൽ പണം പിരിച്ച് യതീമല്ലാത്ത മക്കളെ കൊണ്ട് തീറ്റിക്കുന്നവർ, സുബ്ഹാനല്ലാഹ്, ആ മക്കളുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ, അതുപോലെ തിരിച്ചവന്റെയും ആഖിറം നഷ്ടപ്പെടുത്താൻ ചിന്തിക്കുന്നവരുണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും കടന്ന് ഞാൻ സംസാരിക്കുന്നില്ല. ഓ സഹോദരന്മാരെ, മഹാന്മാരുടെ സംസ്കരണം കണ്ടോ? നബിയേ, എന്റെ ചെറിയ കുട്ടികൾ ഈത്തപ്പന പെറുക്കി തിന്നുപോകുന്നതിന് മുമ്പ് എനിക്ക് പോയിട്ട് ആ ഈത്തപ്പഴങ്ങൾ പെറുക്കിയെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിൽ വളപ്പിലേക്ക് എറിഞ്ഞു കൊടുക്കണം. അതിന് ഞാൻ അതിരാവിലെ ഓടുകയാണ് സുബ്ഹിനിസ്കാരം കഴിഞ്ഞിട്ട്. സുബ്ഹാനല്ലാഹ്, ജമാഅത്തിന് കൃത്യമായി പള്ളിയിൽ വരുന്നുണ്ട്. എന്നാലും വീട്ടിൽ നിസ്കരിക്കാൻ വിചാരിച്ചിട്ടില്ല. നമ്മൾ നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരും പള്ളിയിൽ വരാൻ മടിയാണ്. പള്ളിയിൽ പോയി ജമാഅത്ത് നിസ്കരിക്കുന്നുണ്ട്, എന്നിട്ട് ഓടുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ആ ഈത്തപ്പന ആരുടേതാണ്? അപ്പോ ഒരാളെ പേര് പറഞ്ഞു കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ചു, നീ ആ വീട്ടുമുറ്റത്തേക്ക് ചാഞ്ചി കിടക്കുന്ന ഈത്തപ്പന മരം അത് നീ എനിക്ക് വിൽക്കുമോ? 10 ഈത്തപ്പന മരം സ്വർഗത്തിൽ തരാം. 10 ഈത്തപ്പന മരം സ്വർഗത്തിൽ തരാം, നീ എനിക്ക് വിൽക്കുമോ? അയാൾ പറഞ്ഞു, ഞാൻ റൊക്കത്തിന് വിൽക്കുള്ളൂ, കടത്തിന് വിൽക്കൂല. നിങ്ങൾ സ്വർഗത്തിൽ 10 ഈത്തപ്പന വരുന്ന കടാണ്, കടത്തിന് വിൽക്കൂല, ഞാൻ റൊക്കത്തിന് വിൽക്കുള്ളൂ. അപ്പോഴല്ലേ ഖൽബ് റബ്ബിലേക്ക് തിരിഞ്ഞ മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പോയി, ആ 10 ഈത്തപ്പന മരം എനിക്ക് തരണം. ഉടനെ തന്നെ അദ്ദേഹത്തോട് പറയാണ്, ഓ മനുഷ്യ, മദീനയിൽ ഏറ്റവും നല്ല ക്വാളിറ്റി 10 ഈത്തപ്പന മരം ഈ മദീനയിൽ നിനക്ക് ഞാൻ തരാം. 10 ഈത്തപ്പന മരം മദീനയിൽ ഞാൻ തരാം, നീ എനിക്ക് വിൽക്കുമോ? അദ്ദേഹം പറഞ്ഞു, വിറ്റു. ഒന്നിന് 10 കിട്ടിയല്ലേ, ഇവിടെ തന്നെ കിട്ടിയല്ലേ. സിദ്ദീഖ് കൊല്ലത്ത് പറഞ്ഞു വിറ്റു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ, 10 ഈത്തപ്പന മരം സ്വർഗത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ, അത് എനിക്ക് തരണം നബിയേ. പകരം 10 ഈത്തപ്പന മരം
ഞാൻ അദ്ദേഹത്തിന് കൊടുത്തോളാം. ഈത്തപ്പന മരം ഏൽപ്പിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹ്, ഈത്തപ്പന മരം ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോട് പറഞ്ഞു, വലിയ ലാഭമുള്ള കച്ചവടം ചെയ്തു വരികയാണ്. നമ്മളെ വീട്ടുമുറ്റത്തുള്ള ഈത്തപ്പന മരമില്ലേ, അത് ഞാൻ അബൂബക്കറുമായി കച്ചവടമാക്കി 10 ഈത്തപ്പന മരമാണ് എനിക്ക് പകരം തന്നത്. ഞാനത് വിറ്റിരിക്കുകയാണ്. ഭാര്യയോട് നിങ്ങളത് വിറ്റോ, നീ എന്തിനാ പേടിക്കുന്നത്? 10 പകരം കിട്ടിയിട്ടാ വിറ്റത്. അതിന്റെ പുറമെ ആ ഈത്തപ്പന മരം നമ്മളെ നമ്മളുടെ പറമ്പിലല്ലേ ഉള്ളത്, നമ്മളെ വളത്തിലല്ലേ ഉള്ളത്. അതും നമ്മളെ തന്നെയല്ലേ, അതുണ്ടോ നമ്മൾ കൊടുത്തിരിക്കുന്നത്, അതും നമ്മളെ തന്നെയല്ലേ ഉള്ളത്. അതിന്റെ പുറമെ അബൂബക്കറിന്റെ 10 വേറെയും, അങ്ങനെ 11 നീ എന്തിനാ പേടിക്കുന്നത്? രണ്ടാളും കിടന്നുറങ്ങി. സുബ്ഹാനല്ലാഹ്, നേരം വെളുത്തപ്പോഴല്ലേ കാണുന്നത് ഈ ഈത്തപ്പന മരം, അവരുടെ വളപ്പിലുണ്ടായിരുന്ന ഈത്തപ്പന മരം നേരം വെളുത്തു നോക്കുമ്പോ അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുകയാണ്. മദീനയിലേക്കൊരു സലാത്ത് മൗലായ صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. ആ മുനാഫിഖായ മനുഷ്യൻ അദ്ദേഹത്തിന് കപട വിശ്വാസിയാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ 10 ഈത്തപ്പന തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ റൊക്കത്തിനെ വിൽക്കുള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ നാവ് കൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ഉച്ചരിച്ചിട്ടുണ്ട്, പള്ളിയിലൊക്കെ വരാറുമുണ്ട്, നബിയുടെ കൂടെ ഇരിക്കാറുണ്ട്. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ വിശ്വസിച്ചിട്ടില്ല. അതുകൊണ്ട് ആ സ്വർഗത്തിൽ 10 തരുമെന്ന് പറഞ്ഞപ്പോ അത് മൂപ്പർ അംഗീകരിക്കില്ല, റൊക്കം വേണമെന്ന് പറഞ്ഞു. അതേ സമയത്ത് സ്വർഗത്തെ സംബന്ധിച്ച് ഖൽബിൽ ഉറപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സത്യസന്ധതയെ കുറിച്ച് 100% ഖൽബിൽ ഉറപ്പിച്ചിട്ടുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അത് അങ്ങേയറ്റം പ്രിയം വെച്ചിട്ടുണ്ട്. അവരുടെ വാഗ്ദത്തം ലംഘിക്കപ്പെടുകയില്ലെന്ന് ഉറച്ചിട്ടുണ്ട്. അങ്ങനെ ഖൽബിന്റെ അടിത്തട്ടിൽ ഈമാൻ നിറഞ്ഞു കിടക്കുന്നത് കൊണ്ട് തന്നെ ദുനിയാവിലുള്ള വലിയ മുന്തിയ 10 ഈത്തപ്പന കൊടുക്കാൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തയ്യാറ്. അത് തയ്യാറായി വാങ്ങിയ ഈത്തപ്പനയുണ്ടല്ലോ, അത് കൊടുക്കാതെ എനിക്ക് നിർത്താറുള്ളവൻ ചിന്തിച്ചെങ്കിലും അല്ലാഹുവിന്റെ മഹാന്മാർ അവർക്കുള്ള റബ്ബ് കൊടുക്കുന്ന പവർ അത് ചെറുതല്ലല്ലോ. ആ ഈത്തപ്പന മരം നടന്ന് അബൂ ദുജാന റളിയല്ലാഹു അൻഹുവിന്റെ മുറ്റത്ത് വന്നു നിൽക്കുന്നു. ഖൽബ് അല്ലാഹുവിലേക്ക് തിരിഞ്ഞ ഖൽബ്, അവിടെയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പവർ. അവിടെയാണ് സാലിഹീങ്ങളുടെ മുഴുവനും പവർ. കൊടുക്കുന്നവൻ അല്ലാഹ്, തടയുന്നവൻ അല്ലാഹ്. ഇത് നമ്മൾ ഉറപ്പിക്കണം. അത് ഉറപ്പിച്ചാൽ ഒരു ടെൻഷനും ലോകത്ത് മനുഷ്യരില്ല. ഏറ്റവും വലിയ സമാധാനമുള്ളവനാണവൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അവനോട് മനസ്സമാധാനമുള്ളവൻ, ഒരു ടെൻഷനുമില്ല. അല്ലാഹ് അല്ലാഹ്, എല്ലാം കൊടുക്കുന്നവനവൻ, എല്ലാം തടയുന്നവനവൻ. ആ റബ്ബ് തന്ന പാത്രത്തിൽ കൊള്ളുന്നതല്ലാതെ ഏത് കടലിൽ പോയെങ്കിലും മുക്കിയെടുക്കാൻ സാധ്യമല്ല. അതുകൊണ്ടല്ലേ സഹോദരന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കയ്യും പിടിച്ച് പറഞ്ഞത്, വറള ബിമാ ഖസമല്ലാഹു ലക് തകുൻ അഗ്നന്നാസ്. അല്ലാഹു നിനക്ക് അഭിഷേകിച്ചു തന്നതുകൊണ്ട് നീ തൃപ്തിപ്പെട്ടോ. നിനക്ക് ലോകത്ത് ഏറ്റവും വലിയ ഐശ്വര്യക്കാരനാകാം. ഏറ്റവും വലിയ ഐശ്വര്യക്കാരൻ ആരാണ്? അല്ലാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണ്. നെട്ടോട്ടം ഓടണ്ട, ഓടിച്ച് കാര്യമില്ല. അല്ലാഹു നിശ്ചയിച്ചത് ലഭിക്കും, അല്ലാഹു നിശ്ചയിച്ചാൽ ലഭിക്കൂല. അധ്വാനിക്കണം.